കേരളത്തിൻ്റെ കിഴക്കൻ ജില്ലയായ ഇടുക്കിയുടെ കാർഷിക മുന്നേറ്റങ്ങളെ തേടിയാണ് ഹരിതഭാരതത്തിൻ്റെ ഈ യാത്ര. മലനിരകളിൽ നിന്ന് ഊർന്നിറങ്ങിയ പുലർകാല ശൈത്യം അതിൻ്റെ വശ്യചാരുതയിൽ വഴിക്കിരുവശവും കാവൽ നിൽപ്പുണ്ടായിരുന്നു. ചുറ്റും ത്രസിപ്പിക്കുന്ന ചായത്തോട്ടങ്ങൾ. എന്നും ഒരു ചൂടൻ ചായയുടെ മാസ്മരികതയിലേക്ക് കണ്ണു തുറക്കുന്ന മലയാളി ഈ കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ്. അണക്കെട്ടുകളുടെ നാടാണ് ഇടുക്കി, വൈദ്യുത പദ്ധതികളുടെയും. ഏറ്റവും വലിയ ആർച്ച് ഡാമെന്ന പേരിൽ ഭാരത ചരിത്രത്തിൽ സ്ഥാനം നേടിയ ഇടുക്കി അണക്കെട്ട് കോടമഞ്ഞിൽ പുതഞ്ഞ ഒരു വിസ്മയ കാഴ്ചയാകുന്നു. മഹത്തായ ഒരു സംഗമത്തിൻ്റെ സ്മാരകം കൂടിയാണിത്. കുറവൻ കുറത്തി മലകളെ യോജിപ്പിച്ചാണ് ഈ അണക്കെട്ട് പണിതീർത്തിരിക്കുന്നത്. ദൂരെ ഒന്നൊന്നിന് മുകളിൽ അടുക്കി വച്ചിരിക്കുന്നത് പോലെ നിൽക്കുന്ന മലനിരകൾ. മഞ്ഞിൽ ആകാശവും ഭൂമിയും തിരിച്ചറിയാനാവാത്ത അതിരുകൾ പങ്കുവയ്ക്കുന്നു. ഒരു വീടിൻ്റെ മേൽക്കൂര പോലെയാണ് ആകാശം കാണപ്പെടുന്നത്. പലപ്പോഴും മഞ്ഞു മാത്രമാണ് ദൃശ്യമാവുക. അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് മലകളും താഴ്വാരങ്ങളും നിറഞ്ഞ ഈ ലാസ്യഭൂമി. പ്രകൃതി അങ്ങേയറ്റം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഹൈറേഞ്ചിലൂടെ ഹരിതഭാരതം യാത്ര തുടർന്നു. ഒരു വശത്ത് മനോഹരങ്ങളായ താഴ്വാരങ്ങൾ, ഭീമാകാരന്മാരായ പാറക്കെട്ടുകൾ മറുവശത്ത്. ചുവന്ന നാടൻ വഴിക്ക് ഇരുവശത്തേക്കും തലയെത്തിച്ചു നോക്കുന്ന പുൽക്കൊടികൾ. എത്ര പകർത്തിയെടുത്താലും വീണ്ടും അവശേഷിക്കുന്ന അത്ഭുത ഭംഗി നിറഞ്ഞ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര സമ്മോഹനം തന്നെ. മഞ്ഞുകഷണങ്ങൾ ഗതകാല സുഹൃതത്തിൻ്റെ കുളിരും പേറി വണ്ടിയുടെ ചില്ലിന്മേൽ പറ്റിപ്പിടിച്ചിരുന്ന് വഴി കാണിച്ചു തന്നു. വിരിച്ചിട്ട ഒരു വലിയ പച്ച പരവതാനിക്കുമേൽ ആകാശം മഷിവാരി വിതറിയതുപോലെ ദൂരെ തങ്കമണിയെന്ന ചെറുപട്ടണം കാണായി. ഒരു പ്രദേശത്തിന് ഇത്രമാത്രം സുന്ദരിയാകുവാൻ കഴിയുമെന്ന് തങ്കമണി തന്നെ സ്വയം സാക്ഷിയാകുന്നു. വസന്തം വാരിക്കോരിക്കൊടുത്ത പ്രകൃതിയോട് അത്ഭുതം കലർന്ന അസൂയയാണ് തോന്നുന്നത്. ഒറ്റവരിപ്പാതയുടെ ഇരുവശങ്ങളിലുമായി നിറയെ തോരണങ്ങളും വാണിജ്യ വസ്തുക്കളും തൂക്കിയിട്ട ഈ കൊച്ചു പട്ടണത്തിൽ തിരക്ക് തീരെ കുറവല്ല. തനി ഗ്രാമീണരായ ആളുകൾ, നാടൻ വേഷങ്ങൾ. 4 വശവും പച്ചമലകളാൽ മൂടിയ ഈ ചെറുപട്ടണം ചുറ്റുവട്ടത്തെ ഏക വ്യാപാര കേന്ദ്രമാണ്. കാലാവസ്ഥയിലും പ്രകൃതി രമണീയതയിലും തങ്കമണിയും സമീപ പ്രദേശങ്ങളും ഊട്ടിയോട് സാമ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. മൊട്ടക്കുന്നുകളുടെ ഉച്ചിയിലേക്ക് കുത്തനെയുള്ള കയറ്റം കയറി എത്തിയാൽ മാനത്ത് കയ്യെത്തിച്ച് തൊടാമെന്ന് തോന്നും. ഭൂമിയുടെ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന പ്രതീതി. ഹൈറേഞ്ചിൻ്റെ മാത്രം പ്രത്യേകതയായ വളവുകളിലൂടെ വളരെയധികം സൂക്ഷിച്ച് അത്ര തന്നെ വീണ്ടും താഴോട്ടിറങ്ങണം. ഇത് ബസ് ഓടുന്ന വഴികളാണെന്നറിയുമ്പോൾ നഗരവാസികൾക്ക് അത്ഭുതം തോന്നാം. ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ തേടുന്നവരുടെ സ്വപ്നഭൂമിയാണ് ഈ പ്രദേശം. ഭൂമിയുടെ തുച്ഛമായ വില ആ സാധ്യതകൾക്ക് പകിട്ടേകുന്നുവെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ഫലഭൂയിഷ്ടമായ മണ്ണും എതിരില്ലാത്ത ലാസ്യപ്രകൃതിയും ഒന്നിച്ചു ചേർന്ന ഈ ഭൂമി വിനോദസഞ്ചാരത്തിൻ്റെ പുത്തൻ മാനങ്ങൾ തുറക്കുന്ന കാഴ്ച വിദൂരമല്ല. മൂന്നാറിൽ നിന്ന് തങ്കമണിയിലേക്ക് 35 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അടിമാലിയിൽ നിന്നും അത്ര തന്നെ.
ഇനിയും പണി പൂർത്തിയാകാത്ത വഴികളും കയറ്റിറക്കങ്ങളുമാവണം ഈ പ്രദേശം വിദൂര മലയാളിക്ക് ഇന്നും അപ്രാപ്യമായി മാറുന്നത്. കുടിയേറ്റത്തിൽ ഇവിടെ സ്ഥലം കണ്ടെത്തിയ കർഷകരുടെ പിൻതലമുറക്കാർ സ്വരുമയോടെ ആരുടെയും കൈകടത്തലുകളിൽ പെടാതെ സ്വച്ഛന്തമായി ഈ ഭൂമിയിൽ വസിക്കുന്നു ഇപ്പോഴും. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടിമേൽ ഉയരമുണ്ട് ഹൈറേഞ്ചിലെ ഗ്രാമപ്രദേശങ്ങൾക്ക്. 40കളിൽ അനധികൃതമായ കുടിയേറ്റങ്ങൾക്ക് മലനാട് സാക്ഷിയായി. തമിഴ്നാട്ടിൽ നിന്ന് പോലും ആളുകളുടെ കുത്തൊഴുക്കുണ്ടായി. കുടിയേറ്റം ചെയ്യപ്പെട്ട കർഷകർ അനുഭവിച്ച ദുരിതങ്ങൾ പറഞ്ഞാൽ തീരില്ല. മലമ്പനിയായിരുന്നു ഏറ്റവും വലിയ ദുരന്തം. വിയറ്റ്നാമിൽ അമേരിക്കൻ സൈന്യത്തിന് സമ്മാനിച്ച അതേ തീവ്രതയോടെ മലമ്പനി ഹൈറേഞ്ചിലെ കാടുകളിൽ താണ്ഡവ നൃത്തം ചെയ്തു. മലനാട്ടിൽ ജനിച്ചു വളർന്ന ഇടുക്കി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാത്യു ആനിക്കുഴിക്കാട്ടിൽ ആ പീഡനകാലത്തെ ഓർമ്മിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഒത്തിരി ഈ ഇടുക്കിയിലേക്ക് കുടിയേറുന്നതായിട്ട് കണ്ടപ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന പട്ടംതാണുപിള്ളയാണ് ഈ ബോർഡറിൽ കൊണ്ടുപോയി മലയാളികളെ താമസിപ്പിക്കുകയും അങ്ങനെ പട്ടം കോളനി എന്ന പേരിൽ ജില്ലയിലെ ജനങ്ങൾ കുടിയേറുകയും ചെയ്തിട്ടുള്ളത്. അവരന്ന് തീർച്ചയായിട്ടും ആദ്യം അനുഭവിച്ചത് ഈ വലിയ രോഗങ്ങളായിരുന്നു. മലമ്പനി അതുപോലെയുള്ളതായ വലിയ രോഗങ്ങളാണ് ആദ്യം അവർ നേരിട്ടത്. അത് ഗവൺമെൻറ് ഇടപെട്ട് ഈ DDT അടിക്കലും കൊയിന മരുന്ന് കൊടുക്കലും വഴി ഒത്തിരി ജനങ്ങൾ മരിച്ചു പോയെങ്കിലും അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ജനങ്ങൾ സർവൈവ് ചെയ്യുകയും പിന്നെ തുടർന്ന് നെൽകൃഷി അതുപോലെ പുൽത്തൈലം പ്രൊഡ്യൂസ് ചെയ്യുന്നതായ പുല്ല് തെരുപ്പുല്ല് കൃഷി ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ആദ്യം ഉപജീവനം കണ്ടെത്തിയിരുന്നത്.